രാജകീയവും ആഡംബരപൂർണവുമായ ഹജ്ജ് യാത്ര ഇന്ത്യയിൽ നിന്ന് ഒരു രാജകുമാരിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയുണ്ടായിട്ടുണ്ട്. CE 1576 ഒക്ടോബർ 8-നായിരുന്നു ആ രാജകീയ യാത്രയുടെ ആരംഭം. മുഗൾ ചക്രവർത്തി അക്ബറിൻ്റെ പിതൃസഹോദരിയും മുഗൾ രാജവംശ സ്ഥാപകൻ ബാബറിൻ്റെ പുത്രിയുമായ ഗുൽബദൻ ബാനു ബീഗത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ ഹജ്ജ് യാത്ര. സംഭവബഹുലമായിരുന്നു ഗുൽബദൻ്റെ ഹജ്ജ് തീർത്ഥാടനം. ഗുൽബദൻ ഹജ്ജ് യാത്രയ്ക്കുള്ള ആഗ്രഹം ചക്രവർത്തിയും തൻ്റെ സഹോദരപുത്രനുമായ അക്ബർ ചക്രവർത്തിയെ അറിയിക്കുകയും അക്ബർ തൻ്റെ അമ്മായിയുടെ തീർത്ഥാടനത്തിന് അനുമതി നൽകുകയും ചെയ്യുകയായിരുന്നു. അന്നത്തെ തലസ്ഥാനമായ ആഗ്രയ്ക്കടുത്ത ഫത്തേപൂർ സിക്രി കോട്ടയിൽ നിന്നായിരുന്നു ഗുൽബദൻ ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ ആ ഹജ്ജ് യാത്രാ സംഘം പുറപ്പെടുന്നത്. അന്ന് ഗുൽബദൻ ബീഗത്തിൻ്റെ പ്രായം 53 വയസ്സായിരുന്നു. അന്നത്തെ വലിയ തുറമുഖമായ സൂറത്തിൽ നിന്നായിരുന്നു ഹജ്ജ് സംഘത്തിൻ്റെ കപ്പൽ യാത്ര ആരംഭിച്ചത്. അക്ബറിൻ്റെ പത്നി മറിയം സമാനി ബീഗത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള റഹീമി, ഇലാഹി എന്നീ കൂറ്റൻ യാത്രാ കപ്പലുകളാണ് അവർ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത്. ഫത്തേപൂർ സിക്രിയിൽ നിന്ന് പുറപ്പെട്ട സംഘം അജ്മീർ സന്ദർശിച്ച് ലാഹോറിലേക്കാണ് ആദ്യം പോയത്. അവിടെ നിന്ന് ഗുജറാത്തിലെ സൂറത്ത് തുറമുഖത്ത് കാലാവസ്ഥയും മറ്റുമുൾപ്പെടെ യാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യം എന്നുചേരാനായി 1 വർഷത്തോളം കാത്തുകഴിയുകയുണ്ടായി. സൂറത്തിലേക്കുള്ള വഴിയിലുടനീളം നിരവധി ആളുകൾ ഗുൽബദൻ്റെ ഹജ്ജ് കാരവൻ അഥവാ കാഫില കാണാൻ വീഥികൾക്കിരുവശവും അണിനിരന്നിരുന്നു. തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മദീനയിലെത്തിയാൽ പ്രവാചകൻ്റെ കബറിടത്തിൽ തങ്ങളുടെ സലാം പറയണമെന്നും ചുറ്റും കൂടി നിന്ന് അവർ കണ്ണീർ പൊഴിച്ച് പറഞ്ഞു. അവർക്കിടയിലെ സാധുക്കൾക്കെല്ലാം ഗുൽബദൻ ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പരിചാരകരും സുരക്ഷാ ചുമതലയുള്ളവരുമടക്കം വലിയൊരു സംഘമായി 2 കപ്പലുകളിലായിരുന്നു ഈ യാത്ര. മക്കയിൽ വിതരണം ചെയ്യാനായി 12,000 ബഹുമതി വസ്ത്രങ്ങളും 6 ലക്ഷം സ്വർണ്ണ നാണയങ്ങളും എത്രയെന്ന് വെളിപ്പെടുത്താത്ത ഇരു ഹറമുകളിലേക്കും അക്ബർ ചക്രവർത്തിയുടെ അമൂല്യ രത്നങ്ങൾ ഉൾപ്പെട്ട സംഭാവനകളും വിശുദ്ധ പള്ളികളിലേക്ക് വഖഫായി മനോഹരമായി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ്റെ കയ്യെഴുത്തു പ്രതികളും അവയിലൊന്ന് സ്വർണ്ണത്താളുകൾ കൊണ്ട് നിർമ്മിച്ചത് ഉൾപ്പെട്ടിരുന്നു. അവയെല്ലാം ഹജ്ജ് യാത്രയ്ക്കുള്ള കപ്പലുകളിൽ നിറച്ചു വെച്ചിരുന്നു. കാറ്റും കോളും കൂടെ പറങ്കികളുടെ തിട്ടൂരവും നിലനിന്നിരുന്ന അറബിക്കടലിലൂടെയുള്ള യാത്ര സുരക്ഷിതമായി ജിദ്ദ തീരത്തെത്താൻ 4 ആഴ്ച സമയമെടുത്തു. അവിടെ നിന്ന് മക്കയിലേക്ക് മനോഹരമായി മുഗൾ ശൈലിയിൽ നിർമ്മിച്ച മഹ്മലിൽ ഏറി ഗുൽബദനും സംഘവും മരുഭൂമിയിലൂടെ സഞ്ചരിച്ചെത്തി. മക്കയിലെയും മദീനയിലെയും താമസകാലത്തെ അനുഭവങ്ങൾ ഏറെയൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിലും 4 വർഷം അവിടെ തുടരാൻ അവർ തീരുമാനിക്കുന്നുണ്ട്. ഗുൽബദൻ്റെ മക്ക മദീന വാസക്കാലത്ത് ദാനധർമ്മങ്ങളും അവരുടെ ഔദാര്യവും കണ്ട മക്കയിലെയും മദീനയിലെയും സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ ഗുൽബദനെ കാണാൻ തിരക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. പ്രമുഖരും പ്രസിദ്ധരും ഉൾപ്പെടെ ഇന്ത്യൻ സംഘത്തെ നേരിൽ കാണാനും സംവദിക്കാനും എത്തിക്കൊണ്ടിരുന്നു. ഗുൽബദൻ അവർക്കിടയിൽ സ്വാധീന ശക്തിയെപ്പോലെ വളരെ വേഗം ഉയരാൻ തുടങ്ങി. ഗുൽബദനും സംഘവും 1580 മക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. 1582 ഹജ്ജ് സംഘം ഫത്തേപൂർ സിക്രി കോട്ടയിൽ തിരിച്ചെത്തിയത്. സൂറത്ത് തുറമുഖത്ത് നിന്ന് കൊട്ടാരത്തിലേക്കുള്ള വഴിയിൽ ഖാൻവ മുതൽ രാജകീയ പരിവാരങ്ങളുടെയും ആഡംബരങ്ങളുടെയുമായിരുന്നു സിക്രിയിലേക്ക് അവരെ ആനയിച്ചത്. ചക്രവർത്തി അക്ബർ നേരിട്ടെത്തി കോട്ടവാതിലിൽ അവരെ ഉപചാരപൂർവ്വം സ്വീകരിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.